ഈ വീഡിയോ തികച്ചും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. സാമ്പത്തിക ഉപദേശം അല്ല. ക്രിപ്റ്റോ നിക്ഷേപങ്ങളിൽ ലാഭവും നഷ്ടവും നിങ്ങളുടെ തീരുമാനങ്ങൾ ആശ്രയിച്ചായിരിക്കും. നമ്മളിൽ പലരും ക്രിപ്റ്റോ പലപ്പോഴായിട്ട് പല ചെയിനുകളിൽ നിന്ന് മേടിക്കാറുണ്ട്. അതിൻ്റെ ടോക്കൺസിൻ്റെ പെർഫോമൻസ് ഓരോ സമയത്ത് ഓരോ പോലെ ആയിരിക്കും. നമുക്ക് പലപ്പോഴും തോന്നും നമ്മുടെ മൊത്തം പോർട്ട്ഫോളിയോ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന്. അതായത് ഒരു സിംഗിൾ വിൻഡോയിൽ നമ്മൾ കാലങ്ങളായിട്ട് മേടിച്ചിട്ടുള്ള പല ടോക്കൺസിൻ്റെയും പെർഫോമൻസ് നോക്കി നെറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമുള്ള ടൂൾ ഉണ്ടെങ്കിൽ അത് ഭയങ്കര കൂളായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. അത്തരത്തിൽ നമ്മൾ പലപ്പോഴായിട്ട് മേടിച്ച ടോക്കൺസിൻ്റെ പെർഫോമൻസ് എല്ലാം കൂടി ഒരു കുടക്കീഴിൽ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഒരു ടൂളാണ് CoinGeckoയുടെ പോർട്ട്ഫോളിയോ എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ എന്തൊക്കെയാണ് പോർട്ട്ഫോളിയോ ഓപ്ഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ളത്, എങ്ങനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതുമല്ലെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യേണ്ട കോയിനുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവച്ച് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ട്രാക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻടു ദ വീഡിയോ അലോങ് വിത്ത് മീ ഫെബിനാൻഡ്. പ്രധാനമായും 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, എന്താണ് CoinGeckoയുടെ പോർട്ട്ഫോളിയോ ടൂൾ എന്നുള്ളത്, അതിലെങ്ങനെ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം, അതിലെങ്ങനെ ടോക്കൺ ആഡ് ചെയ്യാം എന്നുള്ളത് ഒന്നാമത്. രണ്ടാമത്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, എന്തിനാണ് നമ്മൾ മൾട്ടിപ്പിൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. 3, നമ്മൾ മേടിച്ച കോയിൻസ് എങ്ങനെ ട്രാക്ക് ചെയ്യാം എന്നുള്ളത്. ഈ 3 കാര്യങ്ങളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്, നമ്മൾ എങ്ങനെയാണ് CoinGeckoയിൽ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത്. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഇവിടെ പോർട്ട്ഫോളിയോ എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ പോയി ക്രിയേറ്റ് ന്യൂ അടിച്ച് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ജസ്റ്റ് നമ്മൾ കോയിൻസ് ആഡ് ചെയ്യുകയും അതിൻ്റെ ട്രാൻസാക്ഷൻസ് ആഡ് ചെയ്യുകയും ചെയ്യുകയാണ്, അല്ലാതെ റിയൽ വേൾഡിൽ ഒരു ബൈയോ സെല്ലോ നടക്കുന്നില്ല. അതുകൊണ്ട് പോർട്ട്ഫോളിയോയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇവിടെ കാണുന്ന പോലെ 2018, 19, 100x, 2025 ഇതൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോർട്ട്ഫോളിയോകളാണ്. പലതും പല ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ അതാണ് അതിൻ്റെ ഒന്നാമത്തെ യൂസ് കേസ്. അതായത് ഓരോ സെഗ്മെൻറ്റിലേക്കും നമുക്ക് ഓരോ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഓരോ വർഷവും ട്രാക്ക് ചെയ്ത കോയിൻസ് ആയതുകൊണ്ടാണ് ഓരോ ഇയർ പോർട്ട്ഫോളിയോസ് ആയിട്ട് ഇവിടെ കിടക്കുന്നത്. അതല്ലെങ്കിൽ ഓരോ നരേറ്റീവിലെ ടോക്കൺസ് ട്രാക്ക് ചെയ്യുന്നതിനും ഇതേ ടെക്നിക്ക് ഉപയോഗിക്കാം. അതായത് AI എന്നുള്ളൊരു നരേറ്റീവ്, RW എന്നുള്ള മറ്റൊരു നരേറ്റീവ്, അതുപോലെ ഓരോരോ നരേറ്റീവ്സിന് വേണ്ടിയിട്ടും നമുക്ക് ഓരോ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ആഡ് ന്യൂ എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന ടോക്കൺ കണ്ടുപിടിച്ച് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ആ പോർട്ട്ഫോളിയോയുടെ താഴെ നമുക്ക് വേണ്ടുന്ന ടോക്കൺസ് ആഡായി വരും. ഇവിടെയാണ് ഇതൊരു കിടിലൻ ഫീച്ചർ ആവുന്നത്. കാരണം റിയൽ വേൾഡിൽ നമ്മൾ മേടിക്കുമ്പോൾ പല കോയിൻസും പല ചെയിനിലായിരിക്കും. നമുക്ക് അതെല്ലാം കൺസോളിഡേറ്റഡ് ആയിട്ട് ഒരു സിംഗിൾ വിൻഡോയിൽ നമ്മുടെ ടോക്കൺ പെർഫോമൻസ് അറിയാൻ പറ്റില്ല. അതേസമയം ഈ പോർട്ട്ഫോളിയോയുടെ താഴെ പല പല കോയിൻസ് ആഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ ചെയിനിൽ നിന്നുള്ളതാണെങ്കിലും അത് അതിൻ്റെ അടിയിൽ അതിൻ്റെ പ്രൈസ് കാണിക്കും. നമ്മൾ കോയിൻ ആഡ് ചെയ്ത ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ട്രാൻസാക്ഷൻസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ശരിക്കും നമ്മളുടെ കയ്യിലുള്ള കോയിൻസ് ട്രാക്ക് ചെയ്യാനുള്ള പോർട്ട്ഫോളിയോ ആണെങ്കിൽ നമ്മളുടെ റിയൽ ട്രാൻസാക്ഷൻസ് ഇവിടെ ആഡ് ചെയ്യാം. ഈ ആഡ് ട്രാൻസാക്ഷൻ എന്നുള്ള ബട്ടൺസ് ക്ലിക്ക് ചെയ്ത ശേഷം മേടിച്ച ക്വാണ്ടിറ്റിയും മേടിച്ച പ്രൈസും എൻ്റർ ചെയ്താൽ അത് ടോട്ടൽ വാല്യൂ അവിടെ കാണിക്കും. എത്ര ട്രാൻസാക്ഷൻസ് വേണമെങ്കിലും നമുക്കൊരു കോയിന് എതിരെ ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ മേടിച്ചു, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പ്രൈസ് ഇടിഞ്ഞിട്ട് DCA ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷനും ആഡ് ചെയ്താൽ അതിൻ്റെ DCA ചെയ്തിട്ടുള്ള പ്രൈസും വോള്യൂവും നെറ്റ് വാല്യൂവും ആ കോയിനെതിരെ ഇവിടെ കാണിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ മേടിക്കും തോറും ഇതിവിടെ കൊണ്ടുവന്നിട്ട് പല ചെയിനുള്ള കോയിനുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പോർട്ട്ഫോളിയോ ബിൽഡായി വരുന്നത് നമുക്ക് കാണാം. കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള എല്ലാ കോയിൻ്റെയും ഒരു ലിസ്റ്റ് നമ്മുടെ പർട്ടിക്കുലർ പോർട്ട്ഫോളിയോയുടെ അടിയിൽ ഡെവലപ്പായി വരും. ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ കയ്യിലുള്ള ടോക്കൺസ് ട്രാക്ക് ചെയ്യുന്നതിനുള്ള ടെക്നിക്കാണ്. അതായത് നമ്മൾ റിയലി ബൈ ചെയ്ത കോയിൻസ് എല്ലാം ഒതുക്കി ഒരു പോർട്ട്ഫോളിയോയിലാക്കി ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യുന്നുള്ള ടെക്നിക്ക്. പക്ഷേ ഇതിനെ നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്താൽ ഈ പോർട്ട്ഫോളിയോ എന്നുള്ള ടൂള് പല ആവശ്യത്തിന് ഉപയോഗിക്കാം. അതിലൊന്നാണ് കോയിൻ ട്രാക്കിംഗ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ടെലിഗ്രാമിൽ നമ്മൾ പലപ്പോഴും കോയിൻസ് കോൾ കൊടുക്കാറുണ്ട്. എന്നാൽ അതിൽ പലതും പല രീതിയിൽ പല ടൈമിലായിരിക്കും പെർഫോം ചെയ്യുക. അപ്പോൾ നെറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുക എന്ന് നമുക്ക് എങ്ങനെയാണ് വിലയിരുത്താൻ പറ്റുക? അതാണ് ഈ ടൂളിൻ്റെ മറ്റൊരു ഉപയോഗം. ഇവിടെ കാണുന്ന പോലെ 100x, 2025 എന്നുള്ള എൻ്റെ ഈ പോർട്ട്ഫോളിയോ ഫുള്ളി ഇമാജിനേറ്ററി ആണ്. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ഹൈ പൊട്ടൻഷ്യലുള്ള ഒരു നല്ല ടോക്കൺ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒരു ഡമ്മി എൻട്രി 1 രൂപയ്ക്ക് ആഡ് ചെയ്യും. അതായത് ഒരു ടോക്കൺ $1. അത് റിയൽ വേൾഡ് ഞാൻ മേടിച്ചില്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു ടോക്കണിന് $1 മേടിച്ചു എന്ന് അസ്യൂം ചെയ്ത് ആഡ് ചെയ്യും. ഇത് ഹൈ പൊട്ടൻഷ്യലുള്ള എല്ലാ കോയിൻസിനും ഞാൻ ആഡ് ചെയ്യും. പിന്നീട് പീരിയോഡിക്കലി ഇത് റിഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ ചില കോയിൻസൊക്കെ ഇടിഞ്ഞ് ഇവിടെ കാണുന്ന പോലെ 30 സെൻറ്റ് 40 സെൻറ്റൊക്കെ അറിയാം. അപ്പോഴാണ്
നമ്മുടെ റിയൽ എൻട്രി പോയിന്റ് ആയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ പ്രൊജക്റ്റിനെ കുറിച്ച് ഒന്ന് റീ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇഫ് ദ ടീം ഈസ് സ്റ്റിൽ ആക്റ്റീവ് ആൻഡ് ദെയർ പ്രൊഡക്റ്റ് ഈസ് വർക്കിംഗ് ഫൈൻ, അവർ മാർക്കറ്റിൽ നന്നായിട്ട് പ്രസൻസ് ഉണ്ട് എങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഈസ് എ ടൈം ഫോർ എ ഫസ്റ്റ് ബൈ. ഒരിക്കലും ഒരു കോയിനും നമ്മൾ കാണുമ്പോൾ ചാടി മേടിക്കരുത്. അതാണ് റൂൾ നമ്പർ 1. രണ്ടാമത്തെ റൂള്, ഒരു ടോക്കണും ഓൾ ടൈം ഹൈയിലും മേടിക്കരുത്. അപ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ കണ്ടുപിടിച്ച കോയിൻ ഈവൻ നല്ല കോയിൻ ആണെങ്കിലും പിന്നീട് ചിലപ്പോൾ നമ്മൾ മിസ്സായി പോകും. അത് ഒഴിവാക്കാൻ ഈ ട്രാക്കറിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ഓവർ എ പീരീഡ് പ്രൈസ് ഒബ്സർവ് ചെയ്ത ശേഷം ഒരു മിനിമം 50-60% ഡൗൺ വന്നതിന് ശേഷം ഇഫ് ദ പ്രൊജക്ട് ആൻഡ് ദ ടീം ഈസ് സ്റ്റിൽ ഗുഡ് ഓൺലി ദെൻ ഗോ ഫോർ ദ ഫസ്റ്റ് ബൈ. പിന്നീട് അങ്ങോട്ട് DCA ചെയ്യുന്നതിനും ട്രാക്കിങ്ങിനും ഈ പോർട്ട്ഫോളിയോ ടൂൾ നമുക്ക് ഉപയോഗിക്കാം. ഇത് ബൾക്കായിട്ടുള്ളത്. ഇനി ഇത് കൂടാതെ ഓരോ നരേറ്റീവ്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് അറിയുന്നതിന് മൾട്ടിപ്പിൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക. RWA, AI അല്ലെങ്കിൽ ബിറ്റ്കോയിൻ ലിക്വിഡിറ്റി, അങ്ങനെ പല പല കാറ്റഗറിയിൽ ക്രിയേറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ പറഞ്ഞു വന്നത്, ഇതൊരു പവർഫുൾ ടൂളാണെന്നും ഇത് എഫക്റ്റീവ്ലി ഉപയോഗിച്ചാൽ കോയിൻ ട്രാക്കിങ്ങിനും DCAയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ റിയൽ പോർട്ട്ഫോളിയോയുടെ ഓവറോൾ പെർഫോമൻസ് ട്രാക്കിങ്ങിനും കിടിലമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ CoinGeckoയുടെ ഈ പോർട്ട്ഫോളിയോ എന്നുള്ള ടൂള് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ള ടോക്കൺസ് എങ്ങനെ ട്രാക്ക് ചെയ്യണമെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുകൂടാതെ ഒരു കോയിൻ ട്രാക്ക് ചെയ്ത് DCA ചെയ്യാനുള്ള എൻട്രി പോയിന്റ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്നും മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള കിടിലം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. ഫെബിൻ ആൻഡ്രോസ്.